അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു ധ്യാനം, കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കാം. മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, എന്താ പറയാൻ പോകുന്നു, ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ നോക്കിക്കോട്ടെ. കാറ്റഗറി ഏത് ഭാഗം? ഒന്നാം പാഠം യെശയ്യാവ് 53 1 മുതൽ 12 വരെ. രണ്ടാം പാഠം 1 പത്രോസ് 2 21 25 വരെ. ഏവങ്കേലിയോ യോഹന്ന ഏവങ്കേലിനൊക്കെ കഴിക്കുന്നുണ്ട്. ധ്യാന വിഷയം അടിപ്പിണരാലുള്ള സൗഖ്യം, അതാണ് വിഷയം. അപ്പം നമുക്ക് അടിപ്പിണരാലുള്ള സൗഖ്യം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിലും സുഗ്രാഹ്യവും ബീഭത്സവുമായ രീതിയിൽ ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. മുന്തിരിവള്ളിയും കൊമ്പ് ഒക്കെ കഴിക്കട്ടെ. അപ്പം നമുക്ക് അടിപ്പിണരെ കൂടെ പോവാം. എനിക്ക് അടിപ്പിണരെ പറ്റി എന്നാ പറയാം. യെശയ്യാവ്. അപ്പം ഇവിടെ മുതൽ തുടങ്ങാം. ത്രിയേക ദൈവ തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നൊയമ്പിൻ്റെ 25 അല്ലെങ്കിൽ 30ാമത് ദിവസം ആരാധനയായി അവൻ്റെ സന്നിധിയിൽ കൂടുവാൻ ദൈവം തന്ന എല്ലാ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നാം നിശ്ചയിച്ചിരിക്കുന്നതായ ഭാഗം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും 1 പത്രോസിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണല്ലോ. നമ്മുടെ ഇന്നത്തെ വിഷയം അടിപ്പിണരാലുള്ള സൗഖ്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ളതായ പ്രവചനമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിനും 500 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന പ്രവാചകനാണ് യെശയ്യാവ്. ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാരിൽ ഏറ്റവും അധികം വെളിപ്പാടുകൾ ലഭിച്ചിരിക്കുന്നതായ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യേശുക്രിസ്തുവിൻ്റെ ജനനം, അവൻ എവിടെ ജനിക്കും, അവന് കന്യകയിലാണ് ജനിക്കുന്നത്, ആരിൽ നിന്ന് ജനിക്കും, എങ്ങനെ വളരും, സുഹൃത്തുക്കൾ ആരൊക്കെയായിരിക്കും, സഹോദരന്മാർ ആരൊക്കെയായിരിക്കും, സമൂഹം അവനോട് എപ്രകാരമായിരിക്കും ഇടപെടുന്നത് എന്ന് വേണ്ട നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ളതായ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും വരെയുള്ള ഭാവികാല ചിന്തകളും ഉൾപ്പെടെ വളരെ ശക്തമായി പ്രതിപാദിച്ചിരിക്കുന്നതായ പ്രവചന ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ നമ്മൾ വായിക്കുക. പഴയ നിയമത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അവൻ്റെ അടിപ്പിണരുകൾ തൻ്റെ ധ്യാനത്തിങ്കൽ അല്ലെങ്കിൽ തൻ്റെ പ്രവചനാത്മാവിൽ താന് കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് കാണുകയാണ്. എന്താണ് താൻ പ്രവചിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എങ്കിൽ കൂടെ തന്നെയും, അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നുള്ള കാര്യം എബ്രാ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പഴയ നിയമ പ്രവാചകന്മാർ തങ്ങൾ എന്തിനെക്കുറിച്ചാണ് പ്രവചിക്കുന്നത് എന്ന് ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കി. അത് നിങ്ങൾക്കായിട്ടല്ല, അത് ഭാവി കാലത്തേക്കുള്ളതാണ് എന്ന് പരിശുദ്ധാത്മാ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. താന് പ്രവചിക്കുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ല എങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച അല്പമായ വെളിച്ചത്തിലൂടെ അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെ അന്ന് കാണുകയാണ്. ഓമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്, പല നിലയിൽ യേശുക്രിസ്തുവിനെ അവിടെ അദ്ദേഹം വിളിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞവരായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും അകൃതി അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു,
അവൻ തന്നെ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ്റെ അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും നിശാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ള ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. ഇങ്ങനെ അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 500 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച പ്രവാചകൻ. എന്നാൽ ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ ഭാഗം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടത, ക്രൂശീകരണം എന്ന സംഭവം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നാം ഇന്ന് 2ാം ഭാഗമായിട്ട് വായിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ 1 പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. ഇവിടെ 21 വാക്യം, അതിനായിട്ടല്ലോ നിങ്ങൾ വിളിക്കച്ചിരിക്കുക. ഓക്കെ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. യേശുക്രിസ്തു ഈ അനുഭവിച്ചതായ കഷ്ടതകളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെ വീക്ഷണത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെളിപ്പാടിൽ അദ്ദേഹം പറയുന്നു, ഈ സംഭവങ്ങളെല്ലാം നമുക്ക് വെച്ചിട്ട് പോയിരിക്കുന്നതായ ഒരു മാതൃകയാണ്. അവൻ കഷ്ടമനുഭവിച്ചത്, അവൻ അടിയേറ്റത്, അവൻ മുൾമുടി ചൂടിയത്, പീഡിപ്പിക്കപ്പെട്ടത്, ക്രൂശീകരിക്കപ്പെട്ടത്, ഇത് എല്ലാം നമുക്കൊരു പിൻപറ്റുവാനായിട്ടുള്ള ഒരു മാതൃക. അവിടെ കൃത്യമായി പറയുന്നു, അവൻ്റെ കാലടികളെ പിന്തുടരുവാൻ. കാലടി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചല്ല, നമ്മൾ നടന്നു പോയി കഴിയുമ്പോൾ അവരുടെ ഫുട് പ്രിൻറ്റുകൾ അവിടെ കാണും. അപ്പോൾ ആ ഫുട് പ്രിൻറ്റിനെ നോക്കി, നമ്മുടെ ഫുട് പ്രിൻ്റ് അവിടെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആ ഫുട് പ്രിൻറ്റിൻ്റെ മേളിൽ ചവിട്ടി നടക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് നമ്മൾ കടപ്പുറത്തൂടെ ഒക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ളതായ ഫുട് പ്രിൻ്റ് ആണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പൗലോസ് നമ്മളോടിവിടെ പറയുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ സൗഖ്യത്തിന് 2 തരത്തിലുള്ളതായ സൗഖ്യമുണ്ട്. 1 ആന്തരികമായ സൗഖ്യം, 2 ബാഹ്യമായ സൗഖ്യം. ബാഹ്യമായ സൗഖ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രോഗം വന്നു, അത് സൗഖ്യമായി. എന്തുവാകാം, പനി മുതൽ മഹാവ്യാധികൾ വരെ ആകാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചു. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നമുക്ക് അതിനൊരു മറുപടി ലഭിച്ച് നമുക്കൊരു സൗഖ്യം ലഭിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്ന് നമുക്ക് പറയാം. ആന്തരിക സൗഖ്യം, ഇന്നർ ഹീലിംഗ്. എല്ലാ മനുഷ്യനും ഇന്ന് ആവശ്യമായിട്ടുള്ളത് ഒരു ഇന്നർ ഹീലിംഗ് ആണ്. മാനസികമായ അകമേയുള്ളതായ സൗഖ്യം. ഈ മാനസിക സൗഖ്യമില്ലായ്മയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ലോകം മുഴുവൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിന്മേൽ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇടവകയിൽ അല്ലെങ്കിൽ ഈ ഭവനത്തിൻ്റെ ചുറ്റിൽ നമ്മളിന്ന് കൂടിയിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ആവശ്യം ഇന്നർ ഹീലിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം ഏതോ കാലത്ത് നമ്മുടെ ജീവിതത്തിന്മേലുണ്ടായതായ ചില മുറിവുകളാണ്. കാലങ്ങൾ കഴിഞ്ഞേക്കാം. നമ്മൾ പലരും പറയും, എന്നെ ഞാൻ ചത്താൽ പോലും അവനോട് ക്ഷമിക്കത്തില്ല. അതൊരു ഒരു മുറിവിൻ്റെ ബാക്കി പത്രമാണ്. അത് ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു മുറിവിൻ്റെ ഭാഗമാണ്. ചിലരുടെ വൈരാഗ്യം, വാശി, അതുപോലെ മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യുവാനുള്ളതായ ശ്രമം, അത്
പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർക്കും ആത്മീയത പ്രകടിപ്പിക്കാതെ നടക്കുന്നവർക്കും എല്ലാം മനുഷ്യരായി ജനിച്ച ബഹുഭൂരിപക്ഷമായ ആളുകൾക്കും ഉള്ളതായ ഒരു പ്രശ്നമാണ് അകമേയുള്ള രോഗം, അകമേ സംഭവിച്ച ചില മുറിവുകൾ. ഈ മുറിവുകൾ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് നൊയമ്പ് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. 50 ദിവസം നൊയമ്പ് എടുത്തുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ബഹുഭൂരിപക്ഷമായ ആളുകളും പ്രാധാന്യം കൊടുക്കുന്നത് മീൻ കഴിക്കാതിരിക്കുക, ഇറച്ചി കഴിക്കാതിരിക്കുക, അതുപോലെ മദ്യം കഴിക്കാതിരിക്കുക, പിന്നെ അങ്ങനെയൊക്കെയുള്ളതായ ചില കാര്യങ്ങൾ. അതിനൊരു ഭയങ്കര പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ നോയമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക മുഴുവൻ പട്ടിണി കിടക്കും, രാത്രി മുഴുവൻ തിന്നുകൊണ്ടിരിക്കും, ഉണർന്നിരുന്നു തിന്നും. ലോഡിങ് ആൻഡ് അൺലോഡിങ് എന്ന് പറയുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ വേറൊരു ഭാഗമായിക്കൊണ്ട് നമ്മളും ചെയ്യുന്നു എന്ന് എനിക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഈ നോമ്പ് നമസ്കാരങ്ങൾ വെക്കുന്നത്, നോമ്പ് ധ്യാനങ്ങൾ വെക്കുന്നത്, കുമ്പിടീലുകൾ ചെയ്യുന്നത്? ഇത് നമുക്ക് ഒരു സന്തോഷം കിട്ടുവാനോ നാട്ടുകാർക്കൊരു സന്തോഷം കിട്ടുവാനോ വേണ്ടി മാത്രമല്ല, നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരുവാനാണ്. ചില ഇന്നർ ഹീലിങ്ങുകൾ നമുക്ക് ആവശ്യമാണ്. ക്ഷമിക്കുവാൻ കഴിയാത്ത, മറക്കുവാൻ കഴിയാത്ത, പൊറുക്കുവാൻ കഴിയാത്ത, തള്ളിക്കളയുവാൻ കഴിയാത്ത, പുറകിലെറിഞ്ഞ് കളയുവാൻ കഴിയാത്ത ധാരാളം വിഷയങ്ങളുമായി അതിനെയൊക്കെ ചുമന്നുകൊണ്ട്, ആ മുറിവിൻ്റെ വേദനയും ചുമന്നുകൊണ്ടാണ് പല മനുഷ്യരും നടക്കുന്നത്. അതിനെ ഹീല് ചെയ്യുവാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് നൊയമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യം അവിടെ ഉണ്ട്. എന്നാൽ ആ സൗഖ്യത്തെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയാത്തതായ അവസ്ഥ. നാം ആദ്യം വായിച്ചു, നിങ്ങൾ അവൻ്റെ കാഴ്ചവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. കർത്താവിൻ്റെ മാതൃക പിൻപറ്റുക. അടിപ്പിണരുകളാൽ സൗഖ്യം എന്ന് പറയുമ്പോൾ ഈ സൗഖ്യം ലഭിച്ചില്ല എങ്കിൽ ആ വേദന കൊണ്ട് അല്ലെങ്കിൽ ആ രോഗം കൊണ്ട് ജീവിക്കേണ്ടതായിട്ട് വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. അവർക്ക് മാത്രമല്ല, അവരെ പരിചരിക്കുന്നവർക്കും അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വേദനകൾ അതുണ്ടാകും. ദൈനംദിന ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് നല്ല കൃത്യമായ കാഴ്ചപ്പാടുകൾ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പൗലോസ് ഇവിടെ പറയുന്ന അവൻ്റെ ഫുട് പ്രിന്റുകൾ, അവനൊരു കാൽപ്പാടുകൾ വെച്ച് തന്നിരിക്കുന്നു, അതിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ആ കാൽപ്പാടിന് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ധാരാളമുണ്ട്, വളരെയധികം മുമ്പോട്ട് പോകുവാനുണ്ട്. ആ ഫുട് പ്രിന്റ് എവിടെ അവസാനിക്കുന്നോ അവിടെ വെച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. എന്നാൽ ഈ ഫുട് പ്രിന്റുകളെ കാണാതെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മീയരുടെ ഒരു ലോകമാണ് എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത്. ഈ ഫുട് പ്രിന്റുകളെ നാം പിൻപറ്റുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ സൗഖ്യം നേടുവാൻ കഴിയും എന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നമുക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കാൻ കഴിയും എന്ന് നാം തുടർന്ന് ചിന്തിക്കുന്നത്. അതിന് ബോധപലകമായി ആ വാക്യത്തിൻ്റെ 22 മുതലുള്ളതായ വാക്യം എന്നൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. ഒന്നാമത്തെ ഫുട് പ്രിന്റ്, ഒന്നാമത്തെ കാൽപ്പാട്, അല്ലെങ്കിൽ ഒന്നാമത്തെ ആത്മീയ കാഴ്ചപ്പാട്, അതുമല്ലെങ്കിൽ ഒന്നാമത്തെ അടിപ്പിണരാളുള്ള സൗഖ്യം, അവൻ പാപം ചെയ്തിട്ടില്ല. പാപത്തെക്കുറിച്ചുള്ളതായ പ്രസംഗമാണ് ഇന്ന് നാം
പള്ളിയിൽ ചെന്നാലും ടി വി തുറന്നാലും എവിടെ ചെന്നാലും ആത്മീയവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിൽ ചെന്നാലും പാപവുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം കൂടുതലും കേൾക്കുന്നത്. എന്നാൽ പാപത്തിനൊട്ട് കുറവില്ലാതാനും. പാപം എന്ന വിഷയത്തെക്കുറിച്ച് ധാരാളമായി പ്രസംഗങ്ങൾ നാം കേൾക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് നമ്മുടെ സമയത്തെ ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. വീണ്ടും മുമ്പോട്ട് നമുക്ക് പോകാം. പാപം ചെയ്യാതിരിക്കുക. കഴിഞ്ഞ കാലിലെ പ്രസംഗങ്ങൾ കേട്ട് എടുത്തിരിക്കുന്ന നോട്ടുകളും ഒക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പാപം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. കീപ് യുവർ ടങ്. നിങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നാവ് അവയവമെങ്കിലും അത് വലിയ വലിയ കാട്ടുതീ ഉണ്ടാക്കുന്നതായ സംഭവമാണ്. അടിപ്പിണരുകളാലുള്ള സൗഖ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ പഠിക്കുക. അതാണ് കർത്താവ് നമുക്ക് വെച്ചേച്ചു പോയ രണ്ടാമത്തെ ഫുട് പ്രിന്റ്. അല്ലെങ്കിൽ അടിപ്പിണരുകളാൽ ഉള്ള സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന രണ്ടാമത്തെ മാതൃകയാണ് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. നമുക്കറിയാം, ഇടവകളിലെ പ്രശ്നങ്ങൾ എന്താണ്? നാവാണ്. വീട്ടിലെ പ്രശ്നം എങ്ങനെയാണ്? നാവാണ്. ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന ഒരു കഥ ഇപ്രകാരമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു അച്ഛൻ്റെ അടുക്കൽ ഭാര്യയും ഭർത്താവിടെ ഭയങ്കര പ്രശ്നം. അപ്പോൾ അത് അച്ഛൻ്റെ അടുക്കൽ പരിഹാരത്തിന് ചെന്നു. അവർ അച്ഛനോട് രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കൗൺസിൽ ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എവിടാ പ്രശ്നം, എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ളത്. അപ്പോൾ അച്ഛന് സൗരനോട് പറഞ്ഞു, സൗരൻ വീട്ടിൽ പോക്കൂ, വെളിയിലോട്ട് ഇറങ്ങിയിരിക്കും, ഞാൻ സൗരിയോടൊരു 10 മിനിറ്റ് വർത്തമാനം പറയട്ടെ. എന്നിട്ട് ഈ സ്ത്രീയോട് അച്ഛന് പറഞ്ഞു, രഹസ്യമായി പറഞ്ഞു, സൗരി, ആ മനുഷ്യനിൽ ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കി. അവനാണ് നിങ്ങളുടെ വീട്ടിലെ കുഴപ്പമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നിന്നെ വിടാം. പ്രാർത്ഥിച്ച് നീ ചെയ്യേണ്ടതായ ഒരു കാര്യവും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിക്കകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് പറഞ്ഞു, അവൻ എന്തെങ്കിലും ശകാരിച്ചുകൊണ്ട് നിൻ്റെ അടുക്കലോട്ട് വരുമ്പോൾ ഈ വെള്ളം എടുത്ത് വായിക്കകത്തോട്ടൊഴിച്ച് കണ്ണുകൾ അടച്ച് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു. സൗരിക്കുള്ള സന്തോഷമായി. സൗരി ഈ കുപ്പിയുമായിട്ട് പോയി. വളരെ നാളുകൾക്ക് ശേഷം അച്ഛനവരെ കണ്ടപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായി എവരാണ് വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാളെന്താ ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കും. എന്നാൽ എവർ വിട്ടത്തില്ല. അവർ ഇതിൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞ് അതിനെ പെരുപ്പിച്ച് വലിയ പ്രശ്നമായി മാറും. ആ സമയത്ത് വായു വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ അത് നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്നതായ ഒരു ചെറിയൊരു സംഭവം. ഇത് രാജ്യവ്യാപകമായി ലോകവ്യാപകമായി നടക്കുന്ന സംഭവങ്ങളെല്ലാം നോക്കിയാൽ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ കഴിയാത്തത് കൊണ്ടുള്ള ആന്തരിക സൗഖ്യമില്ലായ്മയാണ് ഈ ലോകത്തിലുള്ളതായ എല്ലാ പ്രശ്നങ്ങളും. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ താഴത്തെ വാക്യം, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും. തന്നെ ശകാരിച്ചിട്ട് തിരിച്ച് ശകാരിച്ചില്ല. നമുക്കറിയാം, കർത്താവിനെ അവരെന്തെല്ലാം പറഞ്ഞു. നീ യോത്രനെങ്കിൽ കുതിരന്ന് ഇറങ്ങി വാ, അവനെ അടിച്ചു, കണ്ണു കെട്ടി അടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിൽ ആരാ നിങ്ങളെ അടിച്ചേ, പറയടാ, അവനെ തുപ്പി. ഇതെല്ലാം കർത്താവിനെ ഏതെല്ലാം നിലയിൽ നിന്ദിക്കാമോ അതുപോലെല്ലാം നിന്ദാപാത്രമായി. ആ നിന്ദാപാത്രമായി കഴിഞ്ഞപ്പോഴും ശകാരത്തിന് പകരം ശകാരിച്ചില്ല. കർത്താവിൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുവാൻ, ക്രൂശിനെ പിൻപറ്റുവാനുള്ള മൂന്നാമത്തെ യോഗ്യതയാണ് നാം പറഞ്ഞത്, ശകാരത്തിന് പകരം ശകാരിക്കാതെ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്ത് കഷ്ടത സഹിച്ചാണേലും എന്ത് പ്രയാസം സഹിച്ചാണേലും നമ്മൾ അതിനെ മറുപടി കൊടുക്കും. അവരെ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞ്, ശകാരിക്കാവുന്ന ദേഷ്യപ്പെടാവുന്നതിൻ്റെ പരമാവധി ദേഷ്യപ്പെട്ട്, ഇനി പോരാത്തതിന് ഒരു 10 പേരെ വിളിച്ച് അവരോടും കൂടെ ദേഷ്യപ്പെട്ട്, ഇങ്ങനെ ഒരു വല്ലാത്തൊരു
അനാത്മീയ അന്തരീക്ഷം നാം തീർക്കും. ഇതിൻ്റെ അടിസ്ഥാനം ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂശിനെ പിൻപറ്റുന്നില്ല എന്നുള്ളതാണ്. അവൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റുന്നുവെന്നുണ്ടെങ്കിൽ അവൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റുന്നവരുടെ മൂന്നാമത്തെ യോഗ്യത, അല്ലെങ്കിൽ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നവരുടെ മൂന്നാമത്തെ യോഗ്യതയാണ് ശകാരത്തിന് പകരം ശകാരിച്ചില്ല. നാലാമത്തത് അതിൻ്റെ അടുത്ത വാക്യം 23 ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 22, 23. ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെ, അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തിയിട്ടും തിരിച്ച് ഭീഷണിപ്പെടുത്തിയില്ലെന്ന്. നമ്മളെ ഒരാൾ കഷ്ടപ്പെടുത്തിയാൽ നമ്മൾ 4 നിലയ്ക്ക് തിരിച്ച് കഷ്ടപ്പെടുത്തുക. നമ്മളെ നാടൻ ഭാഷ, അവൻ എനിക്കിട്ടൊരു പണി പണിഞ്ഞു, അവനുള്ള പണിഞ്ഞ് മറുപണി ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ അവൻ എന്നെ ഒന്ന് തല്ലി, ഇതിന് തിരിച്ച് പണി ഞാൻ കൊടുത്തിരിക്കും. ബലഹീനന്മാർ കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ കൊണ്ട് തല്ലിക്കും. ഇങ്ങനെയൊക്കെയുള്ളതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെ, അതിനെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാൻ ആരാന്നറിയാവൂടെ. അവിടെ എ കെ ആൻ്റണി എൻ്റെ അടുത്ത ആളാടാ, ഇവിടുത്തെ മുഖ്യമന്ത്രി എൻ്റെ അമ്മായിയുടെ മോനാടാ, ഞങ്ങളൊന്നിച്ചിരുന്ന് ചാപ്പാട് കഴിക്കുന്നവരാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വലിപ്പമൊക്കെ പറഞ്ഞ് വെല്ലുവിളികൾ നടത്തുക. വെല്ലുവിളികളെ നൊയമ്പിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവ രൂപീകരണത്തിൽ ഉള്ളതായ ഒരു ഭാഗമാണ് വെല്ലുവിളികളിൽ നിന്ന് മാറുക. വെല്ലുവിളികളിൽ നിന്ന് മാറി നിൽക്കുവാൻ, ആ ആന്തരിക സൗഖ്യം ലഭിക്കുവാനായിക്കൊണ്ട് നമുക്ക് കഴിയണം. അപ്പോൾ കർത്താവിൻ്റെ മൂന്നാമത്തെ ക്രൂശുമരണത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമായിരുന്നു കഷ്ടം അനുഭവിച്ചിട്ടും തിരിച്ച് ഭീഷണം പറഞ്ഞില്ല. പിന്നെ എന്താണ് ചെയ്തത്? അവിടെയാണ് കാതലായ പോയിന്റ്. ന്യായമായി ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അവിടെയാണ് വിഷയം. ഈ ഡോക്ടറെ അടുക്ക ചെന്നിട്ട് ഡോക്ടർ അവിടെ കൺസൾട്ടിങ്ങിന് ഇരിക്കുക. ഡോക്ടറെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടലിക്ക് വേന കഴിഞ്ഞാൽ പുറംവേദനയുണ്ട്, അത് മൂക്കിൽ കൂടെ ചീറ്റിൽ വരുന്നുണ്ട്, ശാരീരികമായി വളരെ അസുഖം, ഇടയ്ക്ക് തലകറങ്ങും, ചിലപ്പോൾ നെഞ്ച് ഭയങ്കരമായിട്ട് പെട്ടപ്പെട്ടയ്ക്കുന്നതായിട്ട് തോന്നും, ചിലപ്പോൾ ഛർദ്ദിക്കാൻ തോന്നും, വിശപ്പില്ല, ദാഹമില്ല, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി പോന്നാൽ എങ്ങനെ ഇരിക്കും? ഇത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം നമ്മളെ വിളിക്കും. വാ ഇങ്ങോട്ട് ഇരിക്കും, വാ വിളിക്കുക, പല്ല് കാണിക്കും, നാക്കിയിട്ട് ഇതെല്ലാം നമ്മൾ കാണിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം കയ്യിലിരിക്കുന്ന കുഴൽ വെച്ച് നമ്മുടെ എല്ലാം തപ്പിയൊക്കെ നോക്കി, നെഞ്ചത്തൊക്കെ വെച്ച് നോക്കി, മൊത്തത്തിൽ നമ്മുടെ അവസ്ഥ ഒന്ന് പരിശോധിക്കും. പിന്നെ ബ്ലഡ് വർക്കൊക്കെ നടത്തി പ്രശ്നം എവിടാണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തിന് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് മരുന്ന് തരും. ആ മരുന്ന് കൃത്യമായി കഴിച്ചു കഴിയുമ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മേളിൽ കുറച്ച് 3-4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊന്നും തിരിച്ചു ചെയ്യാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ. തൻ്റെ പ്രശ്നം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഡോക്ടറെ എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പള്ളി വരുന്നുണ്ട്, വേണ്ടി വന്ന നോയമ്പെടുക്കും, വേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യും ആത്മീയമായിട്ടുള്ളത്. പക്ഷേ ദൈവീക അനുസരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുവാനുള്ളതായ ഒരു മാനസികാവസ്ഥ ഇല്ലാതിരിക്കുക. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, നമ്മുടെ കർത്താവ് കാണിച്ചു തന്ന മാതൃക, അവൻ പാപം ചെയ്യാതിരുന്നു, അവൻ്റെ വായി വഞ്ചനയൊന്നുമില്ലായിരുന്നു, അവനെ ശകാരിച്ചിട്ടും അവൻ പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് തിരിച്ച് ഭീഷണമൊന്നും പറയാതെ എല്ലാം ദൈവത്തിങ്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവെ, നീ വിധിക്ക്, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇങ്ങനെ ചെയ്ത കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതുകൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. കാര്യം വളരെ കേൾക്കാൻ സിമ്പിളാണേലും
ആത്മീയ ജീവിതത്തിന്മേൽ അത് പ്രാവർത്തികമാക്കിയെടുത്ത് ജീവിതത്തെ ക്രമീകരിക്കുക, സ്വഭാവ രൂപീകരണം ഉണ്ടാക്കുക, ആന്തരിക സൗഖ്യം ഏറ്റെടുക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ നൊയമ്പിൻ്റെ എല്ലാം പ്രഖ്യാപിത ലക്ഷ്യം. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വേണം. പ്രാർത്ഥിക്കുമ്പോൾ നാം ഈ ഭാഗം കോട്ടിയാറുണ്ട്. കർത്താവെ, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വാക്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ മേളിൽ പറഞ്ഞിരിക്കുന്ന ഒരു 4 കാര്യം നാം പറഞ്ഞല്ലോ. ഇത് 4 പോയിന്റാണ് നാം ഇന്ന് ചിന്തിച്ചത്. ഈ 4 വിഷയങ്ങളിന്മേൽ ക്രമീകരണം പ്രാപിക്കുമ്പോൾ 1 പാപത്തിന് ഒഴിഞ്ഞിരിക്കുക, 2 വായിൽ വഞ്ചനയില്ലാതിരിക്കുക, 3 പകരം ശകാരിക്കാതിരിക്കുക, 4 ഭീഷണി പറയാതിരിക്കുക. ഇതൊന്നും ചെയ്യാതെ ആര് നിങ്ങൾക്കെതിരെ ഇതെല്ലാം പ്രവർത്തിച്ചോ ആ വ്യക്തിയെയും ആ വിഷയത്തെയും ദൈവസന്നിധിയെ പരമേൽപ്പിക്കുമ്പോൾ, അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ നീതിയോടെ അവൻ കൃത്യസമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. അത് ബാഹ്യമായ സൗഖ്യമാണോ? ബാഹ്യമായ സൗഖ്യം. ആന്തരികമായ സൗഖ്യമാണോ? ആന്തരികമായ സൗഖ്യം. ഈ സൗഖ്യം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. ദൈവങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിച്ചു, ഭയങ്കരമായി നമ്മളെല്ലാം വലിയ പുള്ളികളായി തീരട്ടെ എന്ന് ഞാൻ പറയുകയും ഇങ്ങനെയുണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് ഇനി അതിനകത്ത് വേറൊന്നും പറയാനൊന്നുമില്ല. വേറെ പറയാനുണ്ട്. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ഭാഗം. ഇനി തിയോളജിക്കൽ ഭാഗത്തോട്ട് കയറിയാൽ എന്നെക്കൊണ്ട് പറഞ്ഞു പിടിപ്പിക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം മക്കളങ്ങ് വിട്ടേരും. ഇതിനകത്ത് വെക്കാനായിട്ടൊരു ഉദാഹരണവും കഥയും അതെല്ലാം കൂടി ഇപ്പോൾ 26 മിനിറ്റായി. പിന്നെ വേണ്ട, ഉള്ളതുകൊണ്ടോണം പോലെ. അപ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് അവരെന്നാ പറയുന്നത് നോക്കാം. കൂക്കുകൾ എല്ലാം കിട്ടിയാൽ നീ എടുത്തു, ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞേക്കുക. ആരെങ്കിലും പറയുക നന്നായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക്, കൂക്കുകളെങ്കിൽ നിനക്ക്. ഓക്കെ? എൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കും. ദൈവങ്ങളെ, നമ്മളെല്ലാവരും കണ്ണുകൾ അടച്ച്, ദൈവങ്ങളെ നാം ഉയരത്തിലേക്ക് നോക്കി, ദൈവങ്ങളെ നമ്മൾ നമ്മുടെ ശബ്ദത്തെ ഉയർത്തി ദൈവത്തോട് നിലവിളിച്ച് ശബ്ദല ബല 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 വടബല ബല ബല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വിലപ്പെടാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഈ ബല 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 എന്ന് അവിടെ പോയി പ്രസംഗിച്ചേക്കില്ലേ? ഓക്കെ. എന്നാൽ